Hi all, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ആണ്. അതായത് കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ കണ്ടിന്യൂവേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് retouching ടൂൾസ് ആണ്. അതിനകത്തുള്ള ക്ലോൺ സ്റ്റാമ്പ് ടൂൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ആണ്. പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ കൂടെ തന്നെയാണ്. ഇവിടെ നോക്കുക, ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അതിന്റെ തൊട്ട് താഴെയായിട്ട് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ഉണ്ട്. സോ ആ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് S ആണ് ഷോർട്ട് കട്ട്. അപ്പോൾ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എന്താണെന്ന് തന്നെ ഞാൻ ആദ്യമേ പറയാം. ഇറ്റ് അലൗസ് ടു പെയിന്റ് പാറ്റേൺസ് ഇൻ ടു സർട്ടൻ ഏരിയാസ്. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ഇമേജിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പാറ്റേൺ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി പാറ്റേൺ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചതല്ലേ? ബ്ലെൻഡിങ് ഓപ്ഷനകത്ത് പാറ്റേൺ ഓവർലേ എന്നുള്ളൊരു കമാൻഡ് പഠിച്ചായിരുന്നു. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പാറ്റേൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ ഇനി നമുക്കിന്ന് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ പാടൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുക്കുക. പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് ഒരു സെയിം ബ്രഷ് ടൂൾ പോലെ തന്നെയാണ്. മുകളിൽ നമ്മൾ അതിന്റെ സെറ്റിംഗ്സിലേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സൈസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അതിന്റെ ഹാർഡ്നെസ് ഉണ്ട് അല്ലെ? ഹാർഡ്നെസ്, സൈസ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കുറെ ക്ലാസ്സുകളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈസ്, ഇതിന്റെ വലിപ്പം. ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ബ്രഷിന്റെ ഈ റൗണ്ട്നെസ്സിൽ വരുന്ന സോഫ്റ്റ്നെസ്, അതിന്റെ റൗണ്ട്നെസ്, ആംഗിള്, പിന്നെ ബ്രഷിന്റെ ടൈപ്പുകൾ, ഇതെല്ലാം നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. സോ ഇവിടെ നോക്കുക, പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നോക്കുക, ലാസ്റ്റ് വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? പാറ്റേൺ കാണിക്കുന്നുണ്ട് അല്ലെ? 1 by 1 ആയിട്ട് കുറച്ച് പാറ്റേണുകളുണ്ട്. സോ ആ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ വന്നിട്ട് നിങ്ങൾ ആ പാറ്റേൺ എടുക്കുക, പാറ്റേൺ സെലക്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ ബ്രഷ് ചെയ്യുക. അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോർഷനിലെ ആ ഒരു ഏരിയ മാറിയിട്ട് അതിന് പകരം എന്ത് വരും? അവിടെ പാറ്റേൺ വരും. ആ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പാറ്റേൺ ആയിരിക്കും അല്ലെ? ആ പാറ്റേൺ എവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? ബ്രഷ് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ബാറിലെ ഏറ്റവും അവസാനം എന്തുണ്ട്? ഒരു പാറ്റേണിന്റെ പോർഷൻ ഉണ്ട്. സോ ആ ഒരു ആരോയെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അതാണ് എന്ത് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഒരു എക്സസൈസിലേക്കൊന്നും കിടക്കുന്നില്ല. സോ ഇതാണ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.